ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സദ്യ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ബീട്രൂട്ട് കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഏതൊരു സദ്യ ആണെങ്കിലും ഒഴിച്ചുകൂടാനാവാത്ത കുറച്ച് കറികളുണ്ട്. അതിലൊന്നാണ് ഈ ഒരു കിച്ചടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പച്ചടി ഉണ്ട്, ഇഞ്ചിക്കറി ഉണ്ട്, അച്ചാറുണ്ട്, കൂട്ടുകറി, അവിയൽ, അങ്ങനെ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ സദ്യക്കും. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് കിച്ചടി എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. നല്ലൊരു പിങ്ക് കളറിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരല്പം പുളിയും അതുപോലെ നല്ലൊരു മധുരവും ഉള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അധികം കുക്കിംഗ് ടൈം ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് കിച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലെല്ലാം ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കാം. അപ്പോൾ ചെറിയ ബീട്രൂട്ടാണെങ്കിൽ നമുക്ക് 2 എടുക്കാം, വലുതാണെങ്കിൽ ഇതുപോലെ 1 എടുത്താൽ മതി. അപ്പോൾ തോലെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്നുമില്ലെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും വളരെ ചെറുതായിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് പണി തീരാനായിട്ട് ചോപ്പറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണ്. അപ്പോൾ നല്ല പൊടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇത് ഏതും കയ്യിലില്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് നിർത്തി ഒരു 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോഴും ഇതുപോലെ പൊടിയായിട്ട് തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ചോപ്പറിലിട്ടിട്ട് പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടപ്പൊക്കെ വെച്ച് ജസ്റ്റ് ഒരു 2 പ്രസ്സിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ നല്ല പൊടിയായിട്ട് കിട്ടിക്കോളും. ഇത് 2 പ്രസ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ശരിക്കും നമ്മൾ ബീട്രൂട്ടൊക്കെ തന്നെ കത്തി വെച്ചിട്ട് ഇങ്ങനെ കൊത്തി അരിയുന്ന ആ ഒരു സദ്യക്കൊക്കെ തോരൻ ഉണ്ടാക്കുമ്പോൾ കൊത്തി അരിയില്ലേ, ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒട്ടും മെനക്കെട്ട പണിയില്ല. അതായത് ഒരു മാക്സിമം പോയൊരു 30 അല്ലെങ്കിൽ ഒരു 35 സെക്കൻഡ്. അതുകൊണ്ട് തന്നെ ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബീട്രൂട്ട് വേവിക്കുമ്പം ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കരുത്, വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ജാറിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഈ ഒരു ബീട്രൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ഫൈനായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഇത് കുക്കാവുന്ന ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചടി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കടുകും ജീരകമൊന്നും വേണ്ട, തേങ്ങയും പച്ചമുളകും മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. പിന്നെ നമ്മൾ കിച്ചടിക്ക് അരച്ചെടുക്കുമ്പം ഒരിക്കലും വെള്ളം ഒഴിച്ചിട്ട് അരക്കില്ല, ഇതുപോലെ തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കാറുള്ളൂ. പിന്നെ നല്ല പുളിയുള്ള തൈരും എടുക്കരുത്, ഒരു മീഡിയം പുളിയുള്ള തൈര് മാത്രമേ എടുക്കാവുള്ളൂ. അത് നല്ല രീതിയിൽ നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീട്രൂട്ടും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ആ ബീട്രൂട്ടിലുള്ള ആ ഒരു കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് അടപ്പ് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കാരണം ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ വെള്ളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി വെള്ളം മാറ്റിയതിന് ശേഷം അതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു മൺചട്ടിയിലേക്കാണ് ഈ ഒരു ബീട്രൂട്ടിൻ്റെ പീസസ് എല്ലാം കോരിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കുക്കിംഗ് ടൈം ഇവിടെ കഴിഞ്ഞു. ബീട്രൂട്ട് മാത്രമാണ് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുള്ളൂ, മറ്റതൊന്നും വേവിച്ചെടുക്കുന്നില്ല. അപ്പോൾ ബീട്രൂട്ട് ഇതുപോലെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ അരപ്പ് ഒഴിച്ചിട്ട് ഒരിക്കലും ചൂടാക്കാനോ തിളപ്പിക്കാനോ ഒന്നും നിൽക്കരുത്. ബീട്രൂട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ തേങ്ങ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ മറ്റേ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കുന്ന ആ ഒരു സ്വഭാവമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മൾ കിച്ചടി ഉണ്ടാക്കുമ്പം അങ്ങനെ ചെയ്യരുത്. നമ്മൾ സ്പൂണോ കയ്യോ വെച്ച് തന്നെ നന്നായിട്ട് വടിച്ചെടുത്തിട്ട് ആ ഒരു അരപ്പ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയുടെ അരപ്പൊക്കെ തന്നെ ബീട്രൂട്ടിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബീട്രൂട്ട് വേവിക്കുമ്പം ഓൾറെഡി അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അവസാനം നോക്കിയിട്ട് ഉപ്പ് നമുക്ക് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവും നമുക്ക് ഒരുപാട് ആവശ്യമില്ല, കിച്ചടി ആയതുകൊണ്ട് തന്നെ ഒരല്പം മധുരമുള്ള കറിയാണ്. അപ്പോൾ ആ ഒരു 2 പച്ചമുളക് തന്നെ ധാരാളം മതിയാവും. അപ്പോൾ തേങ്ങയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ അധികം പുളിയില്ലാത്ത കട്ട തൈര്, ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ള തൈരാണിത്. അപ്പോൾ മിക്സിയിലൊന്നും കറക്കി വല്ലാണ്ട് ലൂസായി അടിച്ചെടുക്കരുത്, നല്ല കട്ടിയോട് തന്നെ വേണം നമ്മൾ ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കിച്ചടി വല്ലാണ്ട് ലൂസായിട്ട് ഒഴിച്ച് കഴിക്കേണ്ട ആ ഒരു പരുവായി പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ കട്ടയൊന്ന് ഉടയ്ക്കണം. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ തന്നെ ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കറിയിലേക്ക്
ഒഴിച്ചു കൊടുക്കാം. അതേ തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അല്പം ഒരു ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് അധികം മധുരമില്ലാത്ത ബീട്രൂട്ടാണെങ്കിൽ ഈ ഒരു സമയത്ത് 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല മധുരമുള്ള ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി കടുകൊക്കെ നന്നായി പൊട്ടി തുടങ്ങുമ്പം ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കിച്ചടിക്കുള്ള താളിപ്പിനായിട്ട് ഇത്ര കാര്യങ്ങൾ മാത്രമേ ചേർക്കുള്ളൂ. വെളുത്തുള്ളിയും ചെറിയുള്ളിയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കില്ല, ഉലുവയും ഒന്നും തന്നെ ചേർക്കില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇതേ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു താളിപ്പ് ഈ ഒരു കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ താളിപ്പ് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഇളക്കരുത്, ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെക്കണം. അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കുക. നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരല്പം പുളിയും അതുപോലെ നല്ല മധുരവും ഒരല്പം എരിവും എല്ലാം കൂടിയുള്ള നല്ലൊരു കറിയാണിത്. ശരിക്കും ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. നോർമലി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും സദ്യക്കാണെങ്കിലും ഈ ഒരു കറി വിളമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളൊക്കെ തന്നെ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന ഒരു കറികളിൽ ഒന്നാണ് ഈ ഒരു ബീട്രൂട്ട് കിച്ചടിയും അതുപോലെ തന്നെ പൈനാപ്പിൾ പച്ചടിയും. അവരുടെ ഫേവറേറ്റ് ആണ് ഈ 2 കറികൾ. അപ്പോൾ പൈനാപ്പിൾ പച്ചടിയുടെയും മാങ്ങ പച്ചടിയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ കിച്ചടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഇതുപോലെ കിച്ചടി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.